അന്ന് മെഡിക്കേറ്റഡ് ബെഡ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. എന്താണ് അതിന്റെ മെഡിക്കേറ്റഡ് ബെഡിന്റെ മെഡിക്കേറ്റഡ് ബെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ആ ബെഡ് കാരണം നമുക്ക് ഊരവേദനയോ നട്ടലുവല്ലോ വേദനയോ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷന്റെ പ്രശ്നമോ മറ്റൊന്നും ഉണ്ടാവില്ല. ഓ അത് ശരി. അതിനാണ് ഉറക്കം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ശരിക്കും പറയണ ഓർത്തോ സ്പൈനൽ കെയർ മാട്രസ്. അതിന് അതിന് ദുബായിലോ ഗൾഫ് കൺട്രീസിലൊക്കെ പറയുന്നത് മെഡിക്കേറ്റഡ് ബെഡ് എന്നാണ്. ഈ വാഴപ്പാടി രാമമൂർത്തി പിന്നീട് കേന്ദ്രമന്ത്രിയായി. കാരണം അദ്ദേഹം സ്ഥിരമായിട്ട് നമ്മളെ വീട്ടിൽ വരാറും ഭക്ഷണം കഴിക്കുന്ന അത്രയും നല്ലൊരു ബന്ധമുള്ള ആളും. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും. അല്ല, എനിക്ക് നല്ലുണ്ട്. ഞാൻ ഒരിക്കലും അദ്ദേഹം MP ആയിരുന്ന സമയത്ത് ഞാൻ ഡൽഹിയിൽ പോയ സമയത്ത് എനിക്ക് എല്ലാ സൗകര്യങ്ങളും. പൊളിറ്റിക്സ് സാധാരണ ഞാൻ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നില്ല, അതിന്റെ ആവശ്യം വന്നിട്ടുമില്ല. കാരണം അതുകൊണ്ടും ഇത് രണ്ടും ക്ലബ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇതുവരെ തോന്നുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടും അട്ടർലി ഡിഫറെന്റ് ആണ്. ഇതൊരു ജീവിതമാർഗ്ഗമാണ്, മറ്റതൊരു പൊതുപ്രവർത്തനമാണ്. അപ്പൊ അത് രണ്ടും ഒന്നിച്ച് കൊണ്ടുവന്ന പ്രവർത്തിക്കാറുണ്ട്. പക്ഷെ അതേ അവസരത്തിൽ ഫാൽക്കൺ ബെഡ് ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം കംപ്ലൈന്റ് വളരെ കുറവാണ്. കാരണം 0% എന്ന് പറയാം. കാരണം ഞങ്ങൾ ഈ കണക്കാക്കുന്ന ഇതിന്റെ ഒരു ലൈഫ് ഉണ്ട്. എത്രയാണ് അത്? അപ്പൊ അഭിതങ്ങളെ നമുക്ക് ബിസിനസ് ലൈഫ് മിഷൻ ആളുകളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിന്റെ മൊത്തമായ ഒരു ചിത്രം, അതുപോലെ സംരംഭത്തിലേക്കുള്ള യാത്ര, ഇതൊക്കെ അനുഭവങ്ങളിലൂടെ തന്നെ നേരിട്ട് പറയാനുള്ള ഒരു അവസരമാണ് ഇതാ തുറന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഫാൽക്കൺ ബെഡ് പേര് പോലെ തന്നെ വളരെ സന്തോഷകരമായി നിങ്ങളെ ഉറക്കത്തെക്കുറിച്ച് ഞാൻ 2-3 വീഡിയോ ചെയ്തത് എനിക്ക് ഓർമ്മ വരികയാണ്. കാരണം 1/3 ഒരു ദിവസത്തെ 1/3 അല്ലെങ്കിൽ ജീവിതത്തിന്റെ ആയുസിന്റെ തന്നെ 1/3 നമ്മൾ ഉറങ്ങിക്കിടക്കല്ലേ? തീർച്ചയായിട്ടും. അപ്പം ആളുകളെ മനോഹരമായി ഉറക്കാനുള്ള ഒരു ദൗത്യത്തിലേക്ക് എങ്ങനെയാണ് വന്നുപെട്ടത് എന്നത് ഒരു അതിശയമുള്ള ചോദ്യമാണ്. അതായത് ഏകദേശം ഒരു 988 കാലഘട്ടങ്ങളിൽ ഞാൻ ദുബായിൽ ഉണ്ടായിരുന്ന സമയത്ത് അനിയനും ദുബായിൽ വന്നു. ആ സമയത്ത് ഒരു സ്ഥാപനം തുടങ്ങുക എന്ന നിലയ്ക്ക് ബ്രൈറ്റ് ഹാൻഡ്സ് എന്ന് പറഞ്ഞ ഒരു പേരിൽ ഒരു അഡ്വർടൈസിങ് കമ്പനി തുടങ്ങി. ഈ അഡ്വർടൈസിങ് കമ്പനിയിലുള്ള ഒരു പാർട്ടായിരുന്നു ഞങ്ങൾ ചെയ്തിരുന്നത് ഈ മറ്റുള്ള ആളുകൾക്ക് പ്രിൻറ്റിങ് മെറ്റീരിയലൊക്കെ കൊടുക്കുകയാണ്. ഈ പ്രിൻറ്റിങ് മെറ്റീരിയലിൻ്റെ ഭാഗമായിട്ട് ചില ആളുകൾ ആവശ്യപ്പെട്ടു ഈ കോർണർ ലേബിൾ, അതായത് കിടക്കയുടെ ഒക്കെ കോർണറിൽ കാണുന്ന ഒരു ലേബിൾ പെട്ടെന്ന് പറഞ്ഞു പോകാത്തൊരു ടൈപ്പ്. അതിന്റെ പേര് ആ ബ്രാൻഡിന്റെ പേരെന്താണോ ആ പേര് വരുന്നത്. അപ്പൊ അത് ചെയ്യാൻ പറ്റുമോ, സപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴേ ഞങ്ങളത് ശിവകാശിയിൽ നിന്ന് പ്രിന്റ് ചെയ്തിട്ട് ഞങ്ങൾ സപ്ലൈ തുടങ്ങി. അങ്ങോട്ടേക്ക് അയച്ചു. ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തു, അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾ സപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം ഈ ദുബായിലും ഷാർജയിലും അബുദാബിയിലും അജ്മാലിലും ഒക്കെ ഉള്ള മുൽക്കുമേലടക്കമുള്ള ഈ മാട്രസ് കമ്പനികൾക്ക് ഞങ്ങൾ സ്ഥിരം സപ്ലൈസായി. ഇപ്പോഴും ആ കോർണർ ലേബിൾ എന്ന് പറഞ്ഞാൽ കുറേ കൂടി പരിഷ്കരിച്ച് ഇപ്പം മറ്റു ലേബിളിന്റെ മറ്റുള്ള പല രീതികളിലും വന്നു, സൈഡിലൊക്കെ വരുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് അതിനിടയ്ക്ക് അനിയന് ഒരു കമ്പനിയിൽ ഇങ്ങനെ ഫാൽക്കൺ ബെഡിൽ ഈ സാധനം സപ്ലൈ ചെയ്തപ്പം പറഞ്ഞു ഇവരിങ്ങനെ കുറച്ച് ഷെയറൊക്കെ പുറത്ത് കൊടുക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്, ആളെ ചെയ്തു. അപ്പം എന്താണ്, അപ്പം അനിയൻ എന്നെ ഡിസ്കസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെയാണ് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു 20-25% ഷെയർ നമ്മൾ എടുക്കുകയാണ്. ഒരു ജോലിക്കാരായി നിന്നുകൊണ്ട് സൈഡ് ബിസിനസ് ആയി തുടങ്ങിയ അഡ്വർടൈസ് കമ്പനിയിലൂടെ വന്നു ചേർന്ന ഷെയറാണിത്. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ആ ഷെയറൊക്കെ എടുത്തു, കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് കുറച്ച് ഈ ഫാൽക്കൺ ബെഡിൽ ഒരു ചെറിയൊരു പാർട്ട് ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാനേജ്മെന്റും മറ്റൊക്കെ മറ്റവരായിരുന്നു, അവിടുത്തെ അറബ്സും മറ്റൊക്കെ. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ആണ് ഈ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നത്, സാമ്പത്തിക മാന്ദ്യം 2008. അപ്പം ആ സമയത്ത് മിക്ക ബിസിനസ്സുകളും പൂട്ടി, മിക്ക സ്ഥാപനങ്ങളും ഒഴിവാക്കി. ഈ സമയത്ത് ഫാൽക്കൺ ബെഡും ഒഴിവാക്കുകയാണ്. അതുകൊണ്ട് ഇത് ഓണർഷിപ്പ് ആരായിരുന്നു ശരിക്കും? അതെ. അവിടെ അജ്മാൻ മുനിസിപ്പാലിറ്റിയിൽ ഒരു ഉദ്യോഗസ്ഥനായ അവിടുത്തെ ഒരു അറബിയായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കൊടുക്കുകയാണ് എന്ന് തീരുമാനം എടുത്തപ്പോൾ അങ്ങനെ അതിനെപ്പറ്റി ചോദിച്ചു, നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇത്ര എമൗണ്ട് കിട്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. അങ്ങനെ നല്ല ബന്ധമായിരുന്നു. പാർട്ട്ണറാണ്. പക്ഷെ നമ്മൾ ഈ ബിസിനസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഫുൾ ടൈം എന്തില്ല അതിൽ ഇൻവോൾവ് അല്ലെങ്കിലും നമുക്ക് അതിനെപ്പറ്റിയൊക്കെ അറിയാം. കാരണം അതിലും പാർട്ട്ണർ ആയതുകൊണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും ബിസിനസ്സൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഇങ്ങനെ വന്ന സമയത്ത് അനിയനുമായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അനിയനും ഞാനും കൂടി തീരുമാനിച്ചു, ശരി ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഷെയർ വാങ്ങിക്കാം. അങ്ങനെ ഒരു 2-3 ഘട്ടമായിട്ട് അത് മുഴുവൻ അവരെ പണം മുഴുവൻ കൊടുത്തു. അതിൽ അവരുടെ ബ്രാൻഡും അവരുടെ പ്രൊഡക്റ്റും അവരുടെ വാഹനങ്ങളും അവരുടെ ഈ സ്റ്റാഫും എല്ലാം മൊത്തം സിസ്റ്റം തന്നെ നമ്മൾ ഏറ്റെടുത്തു. ഓണർഷിപ്പായി.
അതിലുള്ള ഏറ്റവും വലിയ സന്തോഷകരമായൊരു കാര്യം, ഞാൻ ആദ്യമായിട്ട് ദുബായിൽ ചെന്ന സമയത്ത് അന്ന് മെഡിക്കേറ്റഡ് ബെഡ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. എന്താണ് അതിന്റെ മെഡിക്കേറ്റഡ് ബെഡിന്റെ മെഡിക്കേറ്റഡ് ബെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ആ ബെഡ് കാരണം നമുക്ക് ഊരവേദനയോ നട്ടലോ അല്ലയോ വേദനയോ അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷന്റെ പ്രശ്നമോ മറ്റൊന്നും ഉണ്ടാവില്ല. ഓ അത് ശരി. അതിനാണ് ഉറക്കം എന്ന് പറയുന്നത്. അതായത് ഇവിടെ ശരിക്കും പറയണ ഓർത്തോ സ്പൈനൽ കെയർ മാട്രസ്. അതിന് അവിടെ അതിന് ദുബായിലോ ഗൾഫ് കൺട്രീസിലൊക്കെ പറയുന്നത് മെഡിക്കേറ്റഡ് ബെഡ് എന്നാണ്. ആ ബെഡ് ഉണ്ടല്ലോ ഇങ്ങനെ കുറച്ച് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു ഷേപ്പ് മാറി അത് കൊയർ ബെഡും മറ്റുള്ളതിലൊക്കെ വരുന്ന ഒരു ഇതാണത്. നമ്മുടെ സാർവത്രികമായി വരുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിന് ആ പ്രശ്നം വരുന്നില്ല, ഒരു കുഴിഞ്ഞു പോകുന്ന മറ്റുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ ആ ബെഡ് ഞാൻ വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് ഈ മെഡിക്കേറ്റഡ് ബെഡിന് ഫാൽക്കൺ ബെഡ് എന്നാണ് പറയുക. അപ്പൊ എനിക്കന്ന് അത്ര എക്സ്പീരിയൻസ് ഇല്ല. ഞാൻ വന്ന സമയത്ത് എൻ്റെ റൂംമേറ്റ്സും മറ്റൊക്കെ കൂടെ വന്ന് ബെഡ് വാങ്ങാൻ വേണ്ടി വന്ന സമയത്ത് പറഞ്ഞു മെഡിക്കേറ്റഡ് ബെഡ് വാങ്ങാം, ഫാൽക്കൺ ബെഡാണ് നല്ലത്, ഫാൽക്കൺ ബെഡ് വാങ്ങാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ആത്മസംതൃപ്തി ഉണ്ടായിരുന്നു ശരിക്കും ആ ഷെയർ മൊത്തം വായിക്കുന്ന സമയത്ത്. വളരെ എന്താ പറയാ ട്രാൻസ്ഫറൻസ് ഓഫ് ഫീലിംഗ് എന്നൊക്കെ പറയും. നമ്മള് ഉപയോഗിച്ചിട്ട് അത് ആൾക്കാർക്ക് കൊടുക്കുക, ആൾക്കാർ അതിന്റെ സ്വന്തമാവുകയാണ്. അതെ അതെ. അങ്ങനെ അവിടെ വന്നു. അവിടുന്ന് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. കാര്യമായിട്ട് ആഫ്രിക്കൻ കൺട്രീസിലും മറ്റേ GCC-യിലേക്കൊക്കെ അവിടുന്ന് കയറ്റുമതി ഇപ്പം തുറന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതേ അവസരത്തിൽ ആഫ്രിക്കൻ കൺട്രീസിലെ എബോളയ്ക്ക് ശേഷം വളരെ കുറവാണ്. എബോളയ്ക്ക് ശേഷം കുറേയൊക്കെ അവിടെ ആളുകളും മറ്റുള്ള കേസൊക്കെ ഒന്ന് കുറേ കുറവാണ്. പിന്നെ GCC-യിൽ ഇപ്പം ചെറിയൊരു ഇഷ്യൂ ഉണ്ടായതിനു ശേഷം സൗദിയും മറ്റൊക്കെ ഉണ്ടായിരുന്ന ശേഷം അവിടെയും വളരെ അങ്ങോട്ട് കയറ്റുമതിക്കും. പക്ഷെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. യൂറോപ്യൻ കൺട്രീസിലും പല സ്ഥലങ്ങളിലേക്കും പോകുന്നുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒന്നിച്ച് ഓർഡർ വരികയാണ്. ഞങ്ങൾ അവിടെ അന്ന് റീറ്റെയിലൊന്നും കാര്യമായിട്ടില്ല, പക്ഷെ ഞങ്ങൾ കൊടുത്തിരുന്നു പലർക്കും. അപ്പോൾ ഈ ഫാൽക്കൺ ബെഡ് എന്ന ഈ ഷോപ്പുകളിലും മറ്റൊക്കെ അന്ന് കിട്ടിയിരുന്ന അതിൽ നമ്മളെ നാട്ടിലുള്ള ആളുകൾക്ക് ഇതെങ്ങനെ നാട്ടിൽ കിട്ടും എന്നൊരു ചോദ്യം വന്നു. അവിടുന്ന് പിന്നെ ഒരു മറ്റേ മാട്രസ് മാത്രം അയക്കുന്ന സമയത്ത് കുറെ പ്രയാസങ്ങളുണ്ട്. അവിടെ മലയാളികളൊക്കെ ഇത് സാർവത്രികമായിട്ട് ഇതിനെപ്പറ്റി ഫാൽക്കൺ ബെഡ് എന്ന് പറഞ്ഞാൽ വളരെ ഫെമിലിയർ. അപ്പോൾ അവര് നാട്ടിൽ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും എന്നുള്ള പല ചോദ്യങ്ങൾ വന്നപ്പോഴാണ് ഞങ്ങൾ അവിടുന്ന് കണ്ടെയ്നർ കണക്കിന് ഇവിടെ സാധനം ഇറക്കി സ്റ്റോക്ക് ചെയ്തു. അവിടെ പേയ്മെന്റ് അടച്ചാൽ കമ്പനിയിൽ പേയ്മെന്റ് അടച്ച് ഇവിടെ സപ്ലൈ ചെയ്യുന്നതാണ് ഞങ്ങൾ ആദ്യമായിട്ട് തുടങ്ങിയ ഇന്ത്യയിൽ, കേരളത്തിൽ. ഇമ്പോർട്ട് ഡ്യൂട്ടികളും കാര്യങ്ങളൊക്കെ വല്ലാതെ ഉണ്ടാവും ഇതിൽ. അത് മൊത്തമായിട്ട്, അതായത് ഒരു ലൂസ് കണ്ടെയ്നർ LCL എന്ന് പറയും. LCL ഒക്കെ അയക്കുന്ന സമയത്ത് വരുന്ന ചാർജ് ഒരു ഫുൾ കണ്ടെയ്നർ വരുമ്പോൾ വരില്ല, വളരെ കുറഞ്ഞ ചാർജ് വരുള്ളൂ. അല്ല എന്നാൽ പോലും ഇവിടുത്തെ മാനുഫാക്ചർ ചെയ്ത സാധനത്തോട് എങ്ങനെയാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്തിട്ടുണ്ടാവുക? അതായത് ഇതിന്റെ ക്വാളിറ്റി കാരണം നമ്മൾ മറ്റുള്ള യാതൊന്നും നോക്കിയാൽ ക്വാളിറ്റിയിൽ ആളുകൾ ഇഷ്ടപ്പെട്ട് അവർ അവിടെ അങ്ങനെ ആ ക്വാളിറ്റിയിൽ അതിന്റെ മേന്മ തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ ഫാൽക്കൺ ബെഡിൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. പക്ഷെ ലോക്കൽ മാർക്കറ്റിൽ കോമ്പറ്റ് ചെയ്യാനും മറ്റുള്ളതൊക്കെ ഞങ്ങൾ വേറെ ബ്രാൻഡ് നെയിമാണ് ഉപയോഗിക്കുന്നത്. കാരണം അത് സ്പ്രിങ്, അതായത് ബോണസ് സ്പ്രിങ്, പോക്കറ്റ് സ്പ്രിങ്, ഫോം ബെഡ്, ഇതൊക്കെ ഞങ്ങൾ ബ്രാൻഡ് നെയിം തന്നെ കൊടുത്തു. തീർച്ചയായും വേർപ്പെടുത്തി അതിന്റെ ഒരു പ്രത്യേക മെഡിക്കേറ്റഡ് ബെഡ് എന്ന് പറയുന്ന പൊസിഷനിങ് യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് അതാണ് അല്ലേ? തീർച്ചയായും. അപ്പൊ അതിന് ആ ഒരു സ്പേസും മാർക്കറ്റും ഇപ്പൊ നിലനിൽക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിന് വളർച്ച എങ്ങനെയുണ്ട്? അതിന് വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ആളുകൾ ഇന്നും വിളിച്ചു ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം ഒരു അനുഭവം ഉണ്ടായി. പിന്നെ കൊട്ടാരക്കര ഭാഗത്തുനിന്ന് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ മാട്രസ് കമ്പനിന്റെ ആളാണോ എന്ന് ചോദിച്ചു. അതെ. നിങ്ങൾ ഇപ്പോഴും ഈ ബിസിനസ് ഉണ്ടോന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ബെഡ് വാങ്ങിയിരുന്നു. പുനലൂരിലേക്ക് നിങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുമോ? എൻ്റെ മകൾക്ക് വീടുണ്ട്, എനിക്കൊരു 3 ബെഡ് വേണമെന്ന് പറഞ്ഞു. പുതിയ വീട് വേണം. എൻ്റെ പ്രൈസ് എന്താണ് കാര്യം? പ്രൈസൊക്കെ കൊടുത്തു. പ്രൈസ് മാക്സിമം കുറച്ച് കൊടുത്തു. കാരണം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, കാരണം അത് കേട്ട തന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷം, വലിയൊരു അപ്രീഷിയേഷൻ. അപ്പൊ ഇതേപോലെ പല സ്ഥലത്തും ഉപയോക്താക്കളാണ് അവരുടെ മൗത്ത് ടു മൗത്തിലുള്ള വലിയ, അതാണ് പ്രചാരണത്തിൽ, അതാണ് ഏറ്റവും കൂടുതൽ. അതേ അവസരത്തിൽ നമ്മൾ ദുബായിൽ ഇത് ചെയ്ത സമയത്ത്, ഇവിടെ തുടങ്ങിയ സമയത്തൊക്കെ ഈ ഗൾഫ് ഫോക്കസ് എന്ന പ്രോഗ്രാമിലൊക്കെ നമ്മളായിരുന്നു സ്പോൺസേഴ്സ്. ഈ കൈരളി TV-യിലും മറ്റുള്ള, പിന്നെ ഈ കുറെ ചാനലുകളിലും മറ്റുള്ളതൊക്കെ നമ്മൾ അന്നൊക്കെ അഡ്വർടൈസ് ചെയ്തു. അറബികളുടെ ഇടയിൽ ഇത് എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ വിദേശികള് എന്ന് പറഞ്ഞാൽ മലയാളികളല്ലാത്ത ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെ അവിടെ? അതായത് പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഒന്ന്, ഈ ബാക്ക് കേക്കിന് ഇതാണ് ഏറ്റവും നല്ലത് പരിഹാരം. കാരണം ഇതൊരു ഡെൻസിറ്റി കണക്കാക്കിയിട്ടാണ്. അതായത് ഡെൻസിറ്റി കണക്കാക്കി എന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്,
കൂടുതൽ ഈ ബോണ്ടഡ് ഫോം എന്ന് പറയുന്നത് റീസൈക്കിൾഡ് ഫോമാണ്. റീസൈക്കിള് ഞങ്ങൾ ഈ ഉപയോഗിക്കുന്നത് വിർജിൻ ഫോമാണ്. ജെനുവിൻ ആയിട്ടുള്ള വിർജിൻ ഫോം, ഒറിജിനൽ മെറ്റീരിയൽ. അപ്പോൾ അതിൽ വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ നേച്ചർ ഉണ്ട്. ഇപ്പോഴൊരു മരം ആണെങ്കിൽ ഈ മരക്കഷ്ണാണെങ്കിലും അതിനൊരു നേച്ചർ ഉണ്ട്. നമ്മൾ ഇനിയിപ്പോൾ ചക്ക ആണെങ്കിലും അതിന് നേച്ചർ ഉണ്ട്. അതെ. റബ്ബർ ആണെങ്കിലും അതിന് നേച്ചർ ഉണ്ട്. അതേപോലെ ഫോമിൻ്റെതായ ഒരു നേച്ചർ. അതായത് ഇപ്പം നമ്മുടെ ഒറിജിനൽ മരവും പ്ലൈവുഡും പറയും പോലെ വ്യത്യാസമുണ്ട്. അതെ. ഈ റെസിലിയേഷൻ ഉണ്ട്. ഇത് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് വരുന്ന ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ, അതിന്റെ ഡെൻസിറ്റി. അതെ. അപ്പോൾ അതിനനുസരിച്ച് ആ ഡെൻസിറ്റി കണക്കാക്കിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ഇറക്കുന്നത്. അപ്പം അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു നടുവേദനയും നട്ടല് വേദനയുള്ള ഒരാൾ ഡോക്ടറെ അടുത്ത് പോയാൽ പറയും നിങ്ങൾ ഒന്നുകിൽ തറയിൽ കിടക്കണം അല്ലെങ്കിൽ പലകയിൽ കിടക്കണം. തറയിൽ കിടക്കുക പലകയിൽ കിടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ താന്നു പോകാനില്ല. പക്ഷെ കിടക്കാൻ ഒരു സുഖം കിട്ടില്ല, ഒരു കംഫർട്ട് ആയിരിക്കില്ല. കാരണം നമ്മൾ സ്പൈനൽ കോഡിന് ഒരു നാച്ചുറൽ ബെൻഡ് ഉണ്ട്. ഈ ബെൻഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ കിടക്കാൻ പലകയിൽ കിടക്കാൻ വളരെ വിഷമമാണ്. പക്ഷെ നമ്മളെ കിടക്കാൻ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഹെവി പാർട്സ്, അതായത് നമ്മുടെ ഷോൾഡർ, വേസ്റ്റിന്റെ ഭാഗമൊക്കെ കുറച്ച് താഴെ വരും, ബാക്കിയുള്ള ബോഡി സപ്പോർട്ട്. അപ്പോൾ കിടക്കാൻ നല്ല സുഖമായിരിക്കും, കംഫർട്ടായിരിക്കും, നടുവേദന മറ്റുള്ള പ്രശ്നങ്ങളൊന്നും അതിലുണ്ടാവും. ഇതാണ് നമ്മൾ കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നത്. അപ്പൊ പില്ലോ വെക്കുന്നത് പില്ലോ വെക്കാത്തത് അങ്ങനെ ഒരു ഡോക്ടേഴ്സിന്റെ സജഷൻ പോലെ ചില ആളുകൾക്ക് കഴുത്തുവേനയും മറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പില്ലോ വേണ്ടെന്ന് പറയും. പക്ഷെ ഉപയോഗിക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ഇത് ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ബെഡുകൾ തീരെ സപ്പോർട്ട് കൊടുക്കില്ല, നമ്മൾ തൂങ്ങിപ്പോവും, നമ്മൾ തൊട്ടിലിട്ട പോലെ പോകും. അപ്പോൾ ഈ സ്പൈനൽ കോഡിന് വരുന്ന നേരിയ ഇതാണ്, അതിൻ്റെ ഉള്ളിൽ പോകുന്ന ഈ ഞരമ്പുകൾക്ക് വരുന്ന സമ്മർദ്ദമാണ് ഈ പെയിനായിട്ടും നീർക്കെട്ടായിട്ടും വരുന്നത്. പക്ഷെ ഇതാകുന്ന സമയത്ത് അങ്ങനെ തൂങ്ങുന്ന പ്രശ്നമല്ല. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ബോഡി മെഡിക്കേറ്റഡ് ആണ്. അതിൽ മെഡിസിൻ ഒന്നും ചേർത്തുന്നില്ല, അല്ലാതെ അതൊരു പിന്നെ എന്താണ് പ്രചാരണത്തിന് വേണ്ടിയിട്ട് അതിന് ആളുകളെ പിന്നെ ഉറക്കം ഏറ്റവും പ്രധാനമാണല്ലോ. തീർച്ചയായും അതിനെ കൂടുതൽ എന്താണ് ശാസ്ത്രീയമാക്കുക എന്ന തത്വം ഇതിലുണ്ട് അല്ലേ? അതെ. ഓക്കെ, തീർച്ചയായിട്ടും. അത് ആ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഫാൽക്കൺ ബെഡ് ഇതുവരെ ചെയ്തിട്ടില്ല. നിങ്ങളെ പിന്നെ പിന്നാമ്പുറം ഒരു ബിസിനസ് പാരമ്പര്യമുള്ള ഫാമിലിയിലാണോ നിങ്ങൾ വരുന്നത്? എങ്ങനെയാണ് ഇതിലേക്ക് പാരമ്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ ട്രേഡിംഗ് ബിസിനസ് ആയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഫാദർ മെക്കാനിക്കൽ കോൺട്രാക്ടർ ആയിരുന്നു. അതിൽ ഒന്ന് ഈറോഡ് ശേഷായി പേപ്പർ മിൽസിന്റെ പ്രൊജക്റ്റും മറ്റുള്ള കാര്യങ്ങൾ തമിഴ്നാട്ടിലെ. അപ്പൊ തമിഴ്നാടായിട്ട് എത്ര വർഷങ്ങളുടെ ഒരു ബന്ധമാണ്? വളരെ കാലത്തെ ബന്ധങ്ങളാണ്. കാരണം നിങ്ങൾ ഈറോഡ് പറയും, ചെന്നൈ പറയും, ചിലപ്പോ സേലം പറയും, ഇതൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാദർ വളരെ കാലം 30 വർഷത്തോളം തമിഴ്നാട്ടിലായിരുന്നു, ഈറോഡായിരുന്നു. അന്ന് ഈറോഡ് ജില്ല വന്നിട്ടില്ല, നാമക്കൽ ജില്ല വന്നിട്ടില്ല. ഈ ജില്ലകളൊക്കെ പിന്നീട് വന്നത്. അന്ന് സേലം ജില്ലയുണ്ട്. അപ്പം ഈ സേലം ജില്ലയിലെ INDUC-യുടെ ജില്ലാ ട്രഷറായിട്ട് ഫാദർ 30 വർഷത്തിന്റെ മേലെ അതെ. അത് മാത്രമല്ല അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നു വാഴപ്പാടി രാമമൂർത്തി. ഈ വാഴപ്പാടി രാമമൂർത്തി പിന്നീട് കേന്ദ്രമന്ത്രിയായി. കാരണം അദ്ദേഹം സ്ഥിരമായിട്ട് നമ്മളെ വീട്ടിൽ വരാറും ഭക്ഷണം കഴിക്കുന്ന അത്രയും നല്ലൊരു ബന്ധമുള്ള ആളും. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും. അല്ല, എനിക്ക് നല്ലുണ്ട്. ഞാൻ ഒരിക്കലും അദ്ദേഹം MP ആയിരുന്ന സമയത്ത് ഞാൻ ഡൽഹി പോയ സമയത്ത് എനിക്ക് എല്ലാ സൗകര്യങ്ങളും അവിടെ നിങ്ങളെ തമിഴ്നാട് മാർക്കറ്റിനെ നന്നായിട്ടൊരു സ്വാധീനം കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നു. അങ്ങനെ പൊളിറ്റിക്സ് സാധാരണ ഞാൻ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നില്ല, അതിന്റെ ആവശ്യം വന്നിട്ടുമില്ല. കാരണം അതുകൊണ്ടും ഇത് രണ്ടും ക്ലബ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇതുവരെ തോന്നുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രണ്ടും അട്ടർലി ഡിഫറെന്റ് ആണ്. ഇതൊരു ജീവിതമാർഗ്ഗമാണ്, മറ്റതൊരു പൊതുപ്രവർത്തനമാണ്. അപ്പൊ അത് രണ്ടും ഒന്നിച്ച് കൊണ്ടുവന്ന പ്രവർത്തിക്കാറുണ്ട്. പക്ഷെ അതേ അവസരത്തിൽ എന്ത് ചെയ്യാറില്ല. തീർച്ചയായിട്ടും അതൊരു ആവശ്യം വന്നിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു സാധനം വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിന്റെ ആവശ്യമില്ല. കാരണം ക്വാളിറ്റി നന്നായിട്ടുണ്ടെങ്കിൽ ആളുകൾ നല്ലതാണോ? തീർച്ചയായും ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ് കാര്യത്തിൽ. മാനുഫാക്ചറിങ്ങും കാര്യങ്ങളൊക്കെ അതിന് ക്വാളിറ്റി കൺട്രോളർ സെപ്പറേറ്റ്. ക്വാളിറ്റി കൺട്രോൾ ഇല്ലാതെ ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക് വരില്ല. അത്രയും കൊറോണയില് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ ഈ നിങ്ങളാൽ കഴിയുന്ന ചില സഹായങ്ങൾ ചെയ്ത് എന്ന് നമ്മളെ ഒരു സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അതിന് ഒരു അപ്രിഷിയേഷൻ തമിഴ്നാടിനെ സംബന്ധിച്ച് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം ഞാൻ മറന്നു, ഇവരാവശ്യപ്പെട്ട കുറച്ച് ബെഡ് ഞാൻ കൊടുത്തു, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെട്ട കുറച്ച് ബെഡ് കൊടുത്തു. ഞാൻ ഈ സംഭവം തന്നെ മറന്നു. പക്ഷെ കുറെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിട്ടിയിരുന്നു. അത് നമ്മുടെ അന്നത്തെ IG സമ്പത് കുമാർ സാറ്
അദ്ദേഹം വിളിച്ചൊരിക്കൽ ഫോൺ ചെയ്ത് നേരിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതേപോലെ നിങ്ങൾ ഡേറ്റ് ചെയ്യാൻ മറന്നു, ഒരു ജനുവരിയിലാണ്, തുടക്കത്തിലാണ്, നിങ്ങൾ വരണം, ചെന്നൈയിൽ വരണം. അപ്പോൾ അന്ന് സഹായിച്ച ചില കമ്പനികളുണ്ട്, അതിൻ്റെ ആളുകളൊക്കെ ഞങ്ങളൊന്ന് ആദരിക്കുന്നുണ്ട്, എന്നിട്ട് തീർച്ചയായിട്ടും വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ പരിപാടിക്ക് പോയി. ഞാൻ സാറിന് അയച്ചിരുന്നത് എനിക്ക് മനസ്സിലായി, നിങ്ങളെ പെട്ടെന്ന് അതിൽ എടുത്തു പിടിക്കുന്നുണ്ട്. കാരണം ഒരു തമിഴ് മോഡൽ അല്ലെങ്കിൽ മലയാളി മോഡൽ ഇതേ ഡ്രസ് ഇട്ട് ഒരാൾ നിങ്ങൾ മാത്രത്തിൽ ബാക്കിയുള്ള ആളുകൾ മൊത്തം 5 കമ്പനിയുടെ പ്രതിയാണ്. ഫോട്ടോ എനിക്ക് ഓർമ്മ. ശരിയാ, ഞാൻ മാത്രമേ, മറ്റുള്ളവരൊക്കെ കൂട്ടും സൂട്ടൊക്കെ ഇട്ടു. അതുകൊണ്ടായിരിക്കും സാറെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ശരിക്കൊരു എന്താ പറയാ, ഒരു കുലീന പിന്നെ തമിഴ്നാട്ടുകാരൻ എന്ന രീതിയിൽ. പക്ഷെ അത് നല്ല, എനിക്ക് സത്യത്തിൽ എനിക്ക് ബിസിനസ്സിന് അത് ഗുണമായി. അത് മാത്രമല്ല, എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. കാരണം ഇനി അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വക ഒരു വെട്ടിക്കുറക്കൽ ഉണ്ടാവില്ല, ഞാൻ അവർ ചോദിച്ച് മുഴുവൻ കൊടുക്കും. കാരണം അത്രയും വലിയൊരു അംഗീകാരമാണ്. അപ്രിഷിയേഷൻ നിങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഉദാരത, സർവീസ് മെന്റാലിറ്റി കൂടുകയാണല്ലോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് മറന്നുപോയി ഞാനിങ്ങനെ കൊടുത്ത കാര്യം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 5-8 മാസമായി. അന്ന് കൊടുത്തു, അവരാവശ്യപ്പെട്ടു, കൊടുത്തു. കാരണം അവരാവശ്യപ്പെട്ടതിന്റെ പകുതിയാക്കി ഞാൻ ആ പകുതിയെ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ എന്നോട് മറന്നും പോയി. അതെ, പിന്നെ ഇത്ര പെറ്റാണ് കൊടുത്തതെന്നുള്ള അതൊരു നന്മയാണ് അല്ലേ. ശരിക്കും ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് നന്മ തന്നെയാണ്. തീർച്ചയായിട്ടും. ചിലത് നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു പ്രോത്സാഹനവും കൂടെയാണല്ലോ. ഉറപ്പായിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനിയിപ്പോ അവർ ആവശ്യപ്പെടുന്നത് എന്റെ വക കുറയ്ക്കില്ല, ഞാൻ അവർ ആവശ്യപ്പെടുന്നത് മുഴുവൻ കൊടുക്കാൻ തയ്യാറാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വലിയൊരു മാനസികമായിട്ട് അത്രയും ഒരു സന്തോഷം കേൾക്കുന്ന ആളുകൾക്കും ഒരു പ്രചോദനം ആവട്ടെ. തീർച്ചയായിട്ടും കേൾക്കുമല്ലോ. അതുപോലെ നമ്മുടെ പിന്നെ കസ്റ്റമർ കെയർ സംവിധാനം അത് പ്രധാനപ്പെട്ട. എങ്ങനെയാണ് നിങ്ങൾ കസ്റ്റമേഴ്സിനെ കൈകാര്യം ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങൾ ഇത്രയും വിപുലമായിട്ട് ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം കംപ്ലൈന്റ് വളരെ കുറവാണ്. കാരണം 0% എന്ന് പറയാം. കാരണം ഞങ്ങൾ ഈ കണക്കാക്കുന്ന ഇതിന്റെ ഒരു ലൈഫ് ഉണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 8 വർഷം ആണ് ഞങ്ങൾ കണക്കാക്കുന്നത്. പക്ഷെ ഞങ്ങൾ ഗ്യാരണ്ടി കൊടുക്കുന്നത് 6 years ആണ്. കാരണം 6 വർഷം +2 6 മാസം ഗ്യാരണ്ടി പറഞ്ഞിട്ട് ഒരാൾ 6 മാസം ഒരു ദിവസം ഉപയോഗിച്ചാൽ അയാൾ ഹാപ്പിയാണ്. അതേ ദിവസം 6 മാസം പറഞ്ഞിട്ട് 5 മാസം 29 ദിവസം ഉപയോഗിച്ച് കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു സ്ട്രാറ്റജിയാണ് അത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന നമ്മൾ ആ ഗ്യാരണ്ടി എല്ലാതരം സപ്പോർട്ടും കൊടുക്കുന്നു. കസ്റ്റമറിനെ കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ എന്താണ് സംവിധാനം? തമിഴ്നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും സെപ്പറേറ്റ് നമ്പർ ഉണ്ട്, സെപ്പറേറ്റ് ഇമെയിൽ ID ഉണ്ട്, അവർക്ക് ബന്ധപ്പെടാം. തീർച്ചയായും അറ്റൻഡ് ചെയ്യണം. അത് ഞാൻ അവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റാഫിന് കൊടുത്തിരിക്കുന്ന കസ്റ്റമർ കെയറിൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം, ഒരു കിടക്ക വിൽക്കുന്നതിനേക്കാൾ പ്രധാനം ആ കസ്റ്റമർക്ക് സർവീസ് ചെയ്യണം. അയാൾക്ക് എന്താണോ കാര്യങ്ങൾ അയാൾ പറയുന്നത് ആ കാര്യത്തിൽ ഉടനെ ചെയ്തിരിക്കണം. അതാണ് കൃത്യമായി പാലിക്കപ്പെടുന്നത്. അതുപോലെ നമ്മുടെ സ്റ്റാഫ് സംവിധാനം, ടീമാണല്ലോ ഏറ്റവും പ്രധാനം. നിങ്ങളുടെ ടീമിനെ കുറിച്ച് നമ്മളിപ്പോൾ നിങ്ങളൊരു വലിയ ബിസിനസ് പാരമ്പര്യത്തിൽ നല്ല വരുന്നത് പറഞ്ഞു, എന്നാൽ ബിസിനസ് ബന്ധമുണ്ട്. എന്നാൽ ഇത്രയും നല്ലൊരു സംവിധാനം ഒരുക്കി ഇപ്പം നിങ്ങളിങ്ങനെ വളരെ പിന്നെ സന്തോഷത്തോടെ റിലാക്സ് ആയിട്ട് ഇതിന്റെ ചെയർമാൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഫൗണ്ടർ ചെയർമാൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും മേധാവി എന്ന നിലയ്ക്ക് നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആണല്ലോ. ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ട് കുറെ കാലമായിട്ട് നമുക്ക് പരിചയമുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയും വളരെ ഹാപ്പിയാണ്. ആദ്യത്തില് ഇങ്ങനെ ആയിരുന്നോ ഫാമിലി? അതായത് എല്ലാ സംഭവവും, എന്ത് സംരംഭമാണെങ്കിലും നമ്മളുടെ പൂർണ്ണ ശ്രദ്ധയും പൂർണ്ണ കഴിവും അതിനുപയോഗിക്കണം. ആ സമയത്ത് നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയിട്ടുമാണ് നമ്മൾ ജീവിക്കുക. അതൊരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറേ റിലാക്സ് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ ഒന്ന് നമുക്ക് കിട്ടിയ സ്റ്റാഫ് അത് നന്നായിരിക്കണം. അതേപോലെ അവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. ആ സിസ്റ്റം ആയിരിക്കണം പിന്നീട് സ്ഥാപനം കൊണ്ടുനടക്കുന്നത്. ഇത് ഞങ്ങളുടെ ഈ സ്ഥാപനം ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് കൊണ്ടും നല്ല സ്റ്റാഫ് ആയതുകൊണ്ടും ഞാൻ വളരെ ഫ്രീയാണ്.